ഹലോ ഗൈസ്, പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇന്നിപ്പോൾ ഇവിടെ വലിയ സീനില്ല ഗൈസ്, വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിൽക്കാനായാലും ഇരിക്കാനായാലും പണി ചെയ്യാനായാലും. സോ നിങ്ങളുടെ അവിടെയൊക്കെ വെയിൽ കുറഞ്ഞോ, ഇപ്പോഴും മഴയുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഇന്ന് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സീറ്റ് സോയിങ് ഉണ്ട്. സോ കുറച്ച് സീറ്റ്സ് ഇടണം. സോ എന്തായാലും ഞാൻ പോയി കുറച്ച് സീറ്റ്സ് ഇടട്ടെ. സോ ഗൈസ്, നമ്മളങ്ങനെ സോയിങ് തുടങ്ങിയിരിക്കുകയാണ്. സോ നമ്മൾ യെല്ലോ ബയോണ്ടയുടെ സീറ്റ്സാണ് ഇടാൻ പോകുന്നത്. സോ ഓൾറെഡി ഞാൻ ഓക്ക് ലീഫിൻ്റെ സീറ്റ്സ് ഇട്ടു. സീറ്റ്സ് ഇട്ടല്ലേ ഗൈസ്. അപ്പോൾ നമ്മളത് സോയിങ് കഴിഞ്ഞ് ഇവിടെ മൂടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുണ്ട്. കുറച്ച് ഞാൻ ഓൾറെഡി ചെയ്തു ഗൈസ്. സോ ബാക്കി നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത് ചിക്കറിയാണ് ഗൈസ്. സോ ഇതിന്ന് ഓരോ പീസ് ഇങ്ങനെ എടുക്കുക. ഒരു മിനിറ്റ് ഗൈസ്, ഇതുപോലെ ഓരോ പീസ് എടുക്കുക, ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. സോ എന്തായാലും ഇതും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫുള്ളാക്കട്ടെ ഗൈസ്. ഇവിടെ നമ്മൾ ഫുള്ളാക്കി. നമ്മളങ്ങനെ പണി കഴിഞ്ഞ് ഇറങ്ങിയാണ്. സോ പോണ വഴി നമുക്ക് മെക്വിൻകുട്ടനൊന്ന് കഴുകിയെടുക്കണം. കാരണം ഫുള്ള് പൊടിയാണ് ഗൈസ്. കഴുകാനുള്ള മെയിൻ കാരണം പൊടിയാണ്. പിന്നെ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, ഒരു എൻഗേജ്മെൻറ്റ് പരിപാടി ഉണ്ട്. സോ അതിന് പോകുമ്പോൾ നമുക്ക് വണ്ടി കുളിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പോണ വഴി എന്തായാലും കാർ വാഷിന് കയറ്റിയിട്ട് പോകാം. നമ്മളത് മെക്വിൻകുട്ടനെ വാഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ തിരക്കായതുകൊണ്ട് നമ്മൾ ഈ ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കാൻ പോകണം. അടിപൊളിയായിട്ട് ഷവായി കറങ്ങുന്നുണ്ട് ഗൈസ്. നോക്കിയില്ല ഗൈസ്, ഷവായി പറഞ്ഞിട്ടുണ്ട്. സോ കഴിക്കട്ടെ ഗൈസ്, നല്ല വിശപ്പ്. നമ്മൾ ചക്കനെ കഴുകി കുളിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. കുളിപ്പിച്ചെടുക്കാനായിട്ട് പോയതൊന്നും പറയണ്ട ഗൈസ്, അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുളിപ്പിച്ചെത്തിയിട്ടുണ്ട്. സോ ഞാനും കുളിച്ചിട്ടുണ്ട്. സോ ഒന്നും പറയണ്ട ഗൈസ്. സോ ഇന്ന് വല്ലാത്ത അവസ്ഥയായിരുന്നു അവന് കുളിപ്പിക്കാൻ പോയത്. ആദ്യം നമ്മളൊരു കടയിൽ പോയി, അവിടെ കുറേ നിറച്ച് വണ്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ കടയിൽ പോയി. വേറെ കട പോയപ്പോൾ അവർ ടൈമായിരുന്നു പറഞ്ഞിട്ട് അവർ അടയ്ക്കാൻ തുടങ്ങി. സോ അവർ കയറ്റിയില്ല. വേറൊരു കടയിൽ പോയപ്പോൾ അവിടുത്തെ മോട്ടർ വർക്കാവുന്നില്ല. അടുത്ത കടയിൽ പോയപ്പോൾ അതും അടച്ചു. പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അങ്കമാലിയിൽ ഒരു കടയിലെത്തി. അവിടെ എത്തിയതിനിപ്പോൾ അവിടെയും 3 വണ്ടികൾ കയറാൻ കിടപ്പുണ്ടായി. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ക്ലീൻ ചെയ്ത് കിട്ടുമ്പോൾ ഒരു സമയമായി ഗൈസ്. അങ്ങനെ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പിന്നെ അവനെ കുളിപ്പിക്കാണ്ടിരിക്കാനും പറ്റൂല. കാരണം നമുക്ക് നല്ലൊരു എൻഗേജ്മെൻറ്റ് പരിപാടി ഉണ്ടല്ലോ. സോ അതിന് പോകുമ്പോൾ അവൻ്റെ അവസ്ഥ സീനായിരുന്നു ഗൈസ്. ഫുള്ള് പൊടിയൊക്കെ കയറി ആ ഒരു റോഡ് പണി പോകുന്ന റൂട്ടിൽ കൂടെ നമ്മളിങ്ങനെ ഡെയിലി പോയി വരുന്നതിനും ഫുള്ള് പൊടിയായിരുന്നു. സോ കഴുകാണ്ട് വേറെ രക്ഷയുണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ വീട്ടിൽ വന്ന് കഴുകിയാലും അത്ര ഒരു സെറ്റാവില്ല. തിളങ്ങണമല്ലോ, ചെക്കൻ തിളങ്ങണമല്ലോ, നാളെ എൻഗേജ്മെൻറ്റിന് പോവല്ലേ. സോ അതിന് വേണ്ടി അങ്ങനെ നിർത്തി കഴുകിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനിയും നാളെ നമ്മുടെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് വരുന്നതായിരിക്കും. സോ കീപ്പ് വെയിറ്റിംഗ് ആൻഡ്